ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വീണ്ടും നിങ്ങളെ ക്ഷണിക്കുകയാണ്. നമ്മുടെ ലോകരാജ്യങ്ങളിൽ തന്നെ ഞെട്ടിക്കുന്ന ഒരു AI തരംഗം തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് റോബോട്ടിക് മേഖല. എല്ലാ സ്ഥലങ്ങളിലും റോബോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ആൾക്കാരുടെ ജോലി മേഖലയൊക്കെ തകരുമെന്നുള്ളൊരു പേടി ഇന്ന് സ്വപ്നങ്ങളുണ്ട്. എന്തൊക്കെയായാലും നമ്മുടെ കേരളത്തിലും തിരുവനന്തപുരത്തും ഇതുപോലൊരു ചെറിയൊരു ഫങ്ഷൻ നടത്തിയപ്പോൾ അതിലെ ഒരു കൗതുകപരമായിട്ടുള്ള രീതിയിലുള്ള റോബോട്ടിക് മേഖലയിൽ കൊണ്ടുവന്ന് ജനങ്ങളുടെ ഇതിൽ ഒരു ചെറിയൊരു പരിപാടി ആസൂത്രണം ചെയ്തിരുന്നു. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മളെ തിരുവനന്തപുരത്താണ് ഈ സംഭവം. എല്ലാ കുട്ടികളും പേടിയില്ലാണ്ട് ഈ റോബോട്ടിനോടൊക്കെ കിടന്ന് കളിക്കുന്ന ആ ഒരു ദൃശ്യമാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത്. റോബോട്ടിക് ഇതൊന്നും അപകടകാരിയല്ല, പക്ഷേ അപകടകാരികളായിട്ടുള്ള റോബോട്ടിക് നിർമ്മിക്കുന്ന പല സ്ഥാപനങ്ങളും ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ ഇത് കുട്ടികളോട് വളരെ സൗമ്യമായി പെരുമാറുന്നു. ഇത് ഫുൾ ഒരാളുടെ കൺട്രോൾ തന്നെയുണ്ട്, ഒരു മനുഷ്യൻ്റെ കൺട്രോൾ തന്നെയാണ്, റിമോട്ട് കൺട്രോളാണ് ഇതിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ഒരു പട്ടിയുടെ സാദൃശ്യം തോന്നിക്കുന്ന 4 കാലുകളുള്ള, എല്ലാ സമയം ചലിച്ചുകൊണ്ടിരിക്കുന്ന ക്യാമറ അടക്കമുള്ള സെൻസറുകളാണ് ഇത് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ കൗതുകം തോന്നിക്കുന്ന രീതിയിലുള്ളൊരു റോബോട്ടാണ്. ഇതിൻ്റെ സിസ്റ്റത്തിന് ഫുൾ ഫ്രണ്ടിൽ കാണുന്ന എല്ലാം സെൻസറാണ്. സെൻസർ അനുസരിച്ചാണ് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടൊക്കെ മൂവ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു കൺട്രോളറുണ്ട്. ആൾക്കാരുടെ ഇടയിലെല്ലാം വളരെ മനോഹരമായിട്ടാണ് അതിൻ്റെ പെർഫോമൻസ് അത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. 4 കാലുകൊണ്ട് നടക്കുന്നൊരു പട്ടിയുടെ സാദൃശ്യം. അപ്പൂപ്പൻ്റെ മുണ്ടഴിഞ്ഞു പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ അതൊന്നും സംഭവിച്ചില്ല. കുട്ടികളൊക്കെ ചിലവരൊക്കെ പേടിച്ച് മാറുന്നുണ്ട്, ചിലരതിനെ കൗതുകത്തോടെ തൊട്ട് തലോടുന്നുണ്ട്. എല്ലാവരും അതൊരു കൗതുകപരമായിട്ട് തന്നെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനൊരു അവസരം കിട്ടുകയാണെങ്കിൽ കുട്ടികളെ കൊണ്ട് കാണിച്ചെടുക്കുക. കാരണം വരും കാലങ്ങളിൽ റോബോട്ടിക് മേഖലയിലോട്ട് തിരിയും. ഇതിപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് നിർത്തിക്കുകയാണ്. ആൾ പെട്ടെന്ന് ചാടി എണീറ്റ് നിന്നു. അത്രയും എല്ലാവരോടും നമസ്കാരമൊക്കെ പറഞ്ഞ് വീണ്ടും പഴയ പൊസിഷനിലോട്ട് പോയി. ഇതാണ് വളരെ മനോഹരമായിട്ടുള്ളൊരു ദിവസമായിരുന്നു ഈ റോബോട്ടിക് മേഖലയിലെ എനിക്ക് കാണാൻ പറ്റിയ അന്നത്തെ ദൃശ്യം. മനുഷ്യനോട് തുല്യം തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. ആൾക്കാരെന്നെ ഞെട്ടിപ്പോവും. ഇപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.